യഹൂദികളും നസാറാക്കളും അവരുടെ ആരാധനാലയങ്ങളിൽ എത്തിയാൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കും. അത് പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാ ഖുർആൻ പറഞ്ഞത് എന്ന് ഇത്രയേറെ കൃത്യമായി ഖുർആൻ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടും നജീബ് മൗലവി പറയുന്ന കാര്യം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. നബിമാരുടെ ദഅവത്തിനെയും അവർ പ്രചരിപ്പിച്ച തൗഹീദിനെയും എത്ര ചെറുതാക്കി കൊച്ചാക്കി കാണിക്കലാണിത്. അള്ളാന്റെ അമ്പിയാക്കന്മാർ ഏക ഇലാഹ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിശ്ചിത പദം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തൗഹീദ്, ആ സ്ഥാനത്ത് ലാ ഇലാഹ എന്ന വാക്യത്തിന്റെ അവിടെ ലാ റബ്ബ എന്ന് പറഞ്ഞിട്ട് ഫലമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ശബ്ദം പോക്കി അള്ളാഹുവിനെ മാറ്റി ലാ ഇലാഹ ഇല്ല റഹ്മാൻ എന്ന് പറഞ്ഞാലും തൗഹീദാകൂല. വാസ്തവമൊക്കെ ഒന്ന് തന്നെയല്ലേ? അള്ളാഹ് എന്നറിയുന്നതും റഹ്മാൻ എന്നറിയുന്നതും അള്ളാഹുവിന് മാത്രമുള്ള പേരാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെയും റഹ്മാൻ എന്ന് വിളിക്കാൻ പാടില്ല. എന്നാൽ പോലും ഒരാൾ മുസ്ലിം ആകുമ്പോ ലാ ഇലാഹ ഇല്ല റഹ്മാൻ എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അത് തൗഹീദല്ല. ലാ റബ്ബ ഇല്ല റഹ്മാൻ, ലാ ഇലാഹ ഇല്ല റഹ്മാൻ എന്നതിന്റെ അർത്ഥം ഏതാണ്ടൊക്കെ മനസ്സിലാകും. ലാ റബ്ബ ഇല്ല റഹ്മാൻ, ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പറ്റൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ തന്നെ പറയണം. ബാങ്ക് കൊടുക്കുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാറ്റിയെടുത്ത് അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാത്തിലായി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല റഹ്മാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാത്തിലായി, അത്തഹിയാത്ത് ബാത്തിലായി. ഇതിനർത്ഥം എന്താണ്? തൗഹീദിന് കണിശമായ ശബ്ദമുണ്ട്, കണിശമായ വാക്യമുണ്ട്. ആ കണിശമായ വാക്യത്തിന്റെ ഒരു വാക്യവും മാറ്റാൻ പാടില്ല. അത്രയും കണിശമായി അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ കാതലായ വശം അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവല്ലാതെ ദുആ ചെയ്യപ്പെടാൻ പറ്റുന്നവനില്ലാന്നോ, അള്ളാഹുവിനോടല്ലാതെ ദുആ ഇല്ല എന്നോ പറയുന്ന ഒരു വാക്യം, അള്ളാഹുവല്ലാതെ ദുആ ചെയ്യപ്പെടാൻ പറ്റുന്നവനില്ലാന്നോ, അള്ളാഹുവിനോടല്ലാതെ ദുആ ഇല്ല എന്നോ പറയുന്ന ഒരു വാക്യം, അള്ളാഹുവല്ലാതെ ദുആ ചെയ്യപ്പെടാൻ പറ്റുന്നവനില്ലാന്നോ, അള്ളാഹുവിനോടല്ലാതെ ദുആ ഇല്ല എന്നോ പറയുന്ന ഒരു വാക്യം ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു നബി ഏതെങ്കിലും ഒരു സമൂഹത്തോട് പറഞ്ഞതായോ പഠിപ്പിച്ചതായോ ഏതെങ്കിലും ഒരു വേദത്തിൽ ഉദ്ധരിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, മേലിൽ കഴിയുകയുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വിവരമുള്ള ആളുകളുടെ അരികിൽ പോയി പഠിക്കാത്തത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നത്, അല്ലേ? ഇത് ആരാ ലോകത്ത് മുമ്പ് പറഞ്ഞത്? ഇങ്ങനെ ഈ ഭാഗം കേരളത്തിൽ കഴിഞ്ഞു പോയതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് ഒരു വേദവും പഠിപ്പിച്ചിട്ടില്ല, ഒരു നബിയും പഠിപ്പിച്ചിട്ടില്ല എന്ന് സമസ്തയുടെ നേതാവായിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അൽ ഖൗൽ സദീദ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ. അദ്ദേഹം ഈ സമൂഹത്തിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായപ്പോ അതിനെ എതിർത്തുകൊണ്ട് കണ്ണൂരിലെ അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് മറുപടിയായിട്ട് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ സമസ്ത ചുമതലപ്പെടുത്തിയതാണ് ഈ പുസ്തകം എഴുതാൻ. അങ്ങനെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതി സമസ്ത പരിശോധിച്ച് പുറത്തിറക്കിയ പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നു, കർത്താവെ, ഗ്രന്ഥകർത്താവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇട വന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. അത് കർത്താവിന്റെ സ്വപ്ന ദർശനമോ അല്ലെങ്കിൽ പിശാചിന്റെ പക്കൽ നിന്നുള്ള ഇൽഹാമോ ആയിരിക്കാനേ വഴിയുള്ളൂ. മുസ്ലിങ്ങളാവട്ടെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂവെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. ആരാ പറയണത്? കെ മൗലവിയല്ല, കെ മൗലവിയല്ല, ഇബ്നു തൈമിയല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബല്ല. സമസ്തയുടെ നേതാവായ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറയുന്നു, മുസ്ലിങ്ങളൊക്കെ എന്ത് വിശ്വസിക്കുന്നവരാണ്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോ ആ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ നേതാവായി അംഗീകരിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ ബേക്കിൽ ഒരു ചോദ്യചിഹ്നം കൂടി വേണം. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ ഒരു ചോദ്യചിഹ്നം ഇന്ന് ചില ആളുകൾക്ക് വേണം. അതാ പുത്തൻവാദം, അതാ പുത്തൻവാദം. അല്ലെങ്കിൽ പറയണം റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞത് അബദ്ധമാണോ?
റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞത് അബദ്ധമാണോ? അള്ളാഹുവിനോട് ആ ദുആ ചെയ്യപ്പെടാൻ അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്തുമാത്രം വലിയ ധിക്കാരമാണ് സഹോദരന്മാരെ അത്. വിവരക്കേട് എന്ന ഒരു ചെറിയ പദം കൊണ്ട് മാത്രം അതിനെ വിശേഷിപ്പിക്കാൻ കഴിയോ? പോരാ, ധിക്കാരമാണത്. കാരണം ഖുർആൻ ചോദിച്ചു, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹു വയക്സിഫു സുആ വയജഅലകും ഖുലഫാഅൽ അർളി അഇലാഹും മഅല്ലാഹി ഖലീലൻ മാ തദക്കറൂൻ. ആരാണ് പ്രയാസപ്പെട്ട് വേവലാതിപ്പെട്ട് ചോദിക്കുന്നവന്, തേടുന്നവന് അവൻ ദുആ ചെയ്താൽ, അവൻ ദുആ നടത്തിയാൽ ഉത്തരം ചെയ്യുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ആരാ? അല്ലാഹു അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആരാധ്യനുണ്ടോ എന്ന് അല്ലാഹു ഖുർആനിലൂടെ ചോദിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ദുആ ചെയ്യാൻ അല്ലാഹു അല്ലാതെ, ദുആ ചെയ്യപ്പെടാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നാണോ? അതല്ല എല്ലാവരോടും ദുആ ചെയ്യാനാണോ? എന്താ ഇതിന്റെ അർത്ഥം? ഈ മുസ്ലിംമാര് സമുദായത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്ന്? ഈ ആയത്തിനെ പണ്ഡിതന്മാര് വിശദീകരിച്ചു. മൻ ഹുവല്ലദീ ലാ യൽജഉൽ മുസ്തറ ഇല്ലാ ഇലൈഹി, മൻ ഹുവല്ലദീ ലാ യൽജഉൽ മുസ്തറ ഇല്ലാ ഇലൈഹി വല്ലദീ ലാ യക്സിബു ദുർറൽ മദ്റൂരീന സിവാഹു. ഒരു പ്രയാസം നേരിടുന്ന മനുഷ്യരെ അഭയമായി ചെല്ലാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. അവന്റെ പ്രയാസം നീക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് നജീബ് മുസ്ലിയാർ തന്നെ അഹ്ലുസുന്നയുടെ ആദർശം അംഗീകരിച്ച പണ്ഡിതൻ എന്ന് പറഞ്ഞ ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു. മാത്രമല്ല, ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുബരി പറയുന്നു, ഇദാ മസ്സൽ ഇൻസാന വഇദാ മസ്സൽ ഇൻസാന ദുർറൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി എന്ന ആയത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വഇദാ മസ്സൽ ഇൻസാന ബലാഉൻ ഫീ ജസദിഹി മിൻ മർളിൻ ഔ ആഹത്തിൻ ഔ ശിദ്ദാ ഫീ മഈശ വജഹദുൻ വലീഖുൻ ദഅ റബ്ബഹു, അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. വസ്തഗാസ ബിറബ്ബില്ലദീ ഖലഖഹു മിൻ ശിദ്ദത്തി ദാലിക, ഇതിന്റെ പ്രയാസമൊക്കെ നീങ്ങാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും? അല്ലാഹുവിനോട് ദുആ ചെയ്യും. എന്നാൽ അത് നീങ്ങിയാലോ അല്ലാഹനെ മറന്നിട്ട് അല്ലാഹുവിൽ പങ്കു ചേർക്കും, അല്ലാത്തവരോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ശിർക്കാണ് എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? ആ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണെന്നല്ലേ ഖുർആൻ വിശദീകരിക്കുന്നത്? അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതല്ലേ, പണ്ഡിതന്മാർ വിശദീകരിച്ചതല്ലേ അല്ലാഹുവിനോട് മാത്രം. ഇമാം ബഗവി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, എന്താണ് അല്ലാഹു പറയുന്നത്? ഫഅമറല്ലാഹുൽ മുഅ്മിനീന, അല്ലാഹു വിശ്വാസികളോട് പറയുന്നു, അയ്യുഖ്ലിസൂ ലില്ലാഹി ദഅവ, ദുആ അല്ലാഹുവിന് മാത്രമാക്കി തീർക്കാൻ, ദുആ അല്ലാഹുവിനോട് മാത്രം നടത്താനാണ് അല്ലാഹു മുഅ്മിനീങ്ങളോട് പറയുന്നത്. ആര് പറയുന്നു? അല്ലാഹു പറയുന്നു. അതാണ് അല്ലാഹു പറഞ്ഞതെന്ന് ഇമാം ബഗവി പറയുന്നു. നജീബ് മുസ്ലിയാർ പറയുന്നു, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ ഉള്ളൂ, ദുആ ചെയ്യപ്പെടാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഒരു വേദത്തിലും പറഞ്ഞിട്ടില്ല. അഞ്ജനമെന്നാൽ എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിട്ട എന്ന് പറഞ്ഞതുപോലെ ഖുർആൻ അറിയില്ല, എന്നിട്ട് ആ സബൂറും ഇഞ്ചീലൊക്കെ പറയണം. നമ്മളെ മുമ്പിൽ കൃത്യമായി തിരുത്തപ്പെടാതെ ആ ഖുർആനിൽ എന്താ പറഞ്ഞതെന്ന് അറിയില്ല, എന്നിട്ടാണ് ആ ഖുർആനിൽ എങ്ങനെയാണ്, ഇഞ്ചീലിൽ എങ്ങനെയാണ്, സബൂറിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. എന്തിന്? അതൊക്കെ കേട്ട ആളുകൾ സാധാരണക്കാർ വിചാരിക്കും, മുമ്പിൽ വഹാബിന്റെ ഖുർആൻ മാത്രല്ലേ പറയുന്നത്, ഞമ്മളെ മൊഴിയാരോ ഞമ്മളെ മുസ്ലിയാര് സബൂറും ഇഞ്ചീലും തോറയും ഒക്കെ പറയുന്നുണ്ടല്ലോ. സംഗതി എന്താന്നറിയില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതെന്താണ്? അവനോടെ പ്രാർത്ഥിക്കാവൂ. ഞാൻ പറഞ്ഞതാണോ? അല്ല, മുഫസ്സിറുകൾ വിശദീകരിച്ചതാണ് നമ്മൾ ഇവിടെ കേട്ടത്. എന്നാൽ വീണ്ടും അദ്ദേഹം ഈ വിഷയത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ, അപേക്ഷിക്കുക എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഉയർന്ന ആള് തന്നെക്കാൾ താണ ആളോട് പറയുന്ന നിർദ്ദേശത്തിനു ബദലായി താണ ആൾ തന്നെക്കാൾ ഉയർന്ന ആളോട് നടത്തുന്ന അന്വേഷണത്തിനും കാര്യങ്ങൾ യാചിക്കുന്നതിനും പറയുന്ന ശബ്ദമാണ് അറബിൽ ദുആ എന്നത്. ഈ ദുആ അല്ലാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് ഭീമാബദ്ധമാണ്. അപേക്ഷ അല്ലാഹുവിനോട് മാത്രം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
എന്റെ വാപ്പാനോട് ഞാൻ പറയുന്നത് അപേക്ഷയല്ലേ, നിർദ്ദേശമല്ല, അഭ്യർത്ഥനയല്ല. എന്റെ ഗുരുവിനോട് ഞാനൊരു കാര്യം ചോദിക്കുന്നത് നിർദ്ദേശമല്ല, അഭ്യർത്ഥനയല്ല, അപേക്ഷയാണ്. എന്നെക്കാൾ വയസ്സിൽ മൂത്ത ഒരു കാരണവരോട് ഞാൻ പറയുന്നത് അപേക്ഷയാണ്. ഈ അപേക്ഷക്ക് സാഹിത്യ ഭാഷയിൽ അറബ് സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ദുആ. ഈ ദുആ എന്ന വാക്ക് അപേക്ഷ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപേക്ഷ അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ തന്റെ മീതെയുള്ളവൻ അള്ളാഹു മാത്രമേയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തന്റെ സമക്കാരോ അല്ലെങ്കിൽ കീഴെയുള്ളവരോ ആണ് എന്നല്ലേ അതിന്റെ അർത്ഥം വരിക? ഇത് എത്രയും മോശപ്പെട്ട, എത്രയും അബദ്ധമായ ഒരു വാദമല്ലേ, ഒരു പ്രമേയമല്ലേ? അപ്പൊ ഈ പ്രമേയത്തിലേക്കാണ് അപേക്ഷ അള്ളാഹുവിനോട് മാത്രം, ദുആ അള്ളാഹുവിനോട് മാത്രം എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ ഈ വാക്യത്തിന്റെ അർത്ഥകൽപ്പന അങ്ങനെ വരും. അപേക്ഷ അള്ളാഹുവിനോട് മാത്രം. അപേക്ഷ അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാലോ മാതാപിതാക്കളോട് അപേക്ഷിച്ചുകൂടാ, ഗുരുവര്യന്മാരോട് അപേക്ഷിച്ചുകൂടാ, ഉദ്യോഗസ്ഥന്മാരോട് അപേക്ഷിച്ചുകൂടാ, മേലുദ്യോഗസ്ഥന്മാരോട് കീഴുദ്യോഗസ്ഥന്മാർക്ക് അപേക്ഷിച്ചുകൂടാ. ഇതൊക്കെ ശിർക്കാവുന്നാവും. ഇങ്ങനെ ആരും പറയില്ല. അപ്പൊ ഭാഷാപരമായി ചിന്തിച്ചാൽ അപേക്ഷ എന്നാണ് ദുആയുടെ അർത്ഥമെങ്കിൽ ഈ വാക്യം വളരെ വിദണ്ഡമാണ്, വളരെ അബദ്ധമാണ്, സ്ഥിതി സമത്വം എന്ന സോഷ്യലിസത്തിലേക്ക് നയിക്കുന്നതുമാണ്. സോഷ്യലിസം എന്താണെന്ന് അറിയില്ല. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപേക്ഷ അല്ലാഹുവിനോട് മാത്രം എന്നാണോ? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ അപേക്ഷ അല്ലാഹുവിനോട് മാത്രം എന്നാണോ? ഒരു പദത്തിന് പല അർത്ഥങ്ങളുണ്ടാകും. അതുകൊണ്ട് അത് എല്ലാം ഒരേ അർത്ഥത്തിലാണെന്ന് പറയാൻ പറ്റുമോ? സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ കരി എന്ന് പറഞ്ഞാൽ ആന എന്ന അർത്ഥമുണ്ട്. കരി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ണുകൂട്ടാൻ ഉപയോഗിക്കുന്ന കരി, അതിന് കരി എന്നാണ് പറയാറുള്ളത്. അതേപോലെ കത്തിക്കാൻ ഉപയോഗിക്കുന്നതിന് കരി എന്നാണ് പറയാറുള്ളത്. ഒരാൾ പറയാ